ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. CSIR നെറ്റ് ഫിസിക്സിന്റെ ഡിസംബർ സൈക്കിളിന്റെ ഡേറ്റ് നമുക്കറിയാം, ഡിസംബർ 18-നാണ്. അതേസമയം ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം, ഇത് രണ്ടിനും അപ്ലൈ ചെയ്ത ഒത്തിരി അപേക്ഷകരുണ്ട്. അതായത് ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന്റെ യോഗ്യത എന്ന് പറയുന്നത് BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc കെമിസ്ട്രി ആണ്. അപ്പോൾ ഒത്തിരി പേര് ഇതിനുവേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. 33,000-ഓളം പേരായിരുന്നു 2024 വന്ന ഈ വിജ്ഞാപനത്തിനായിട്ട്, ഈ ഒരു നിയമനത്തിനായിട്ട്, ഈ എക്സാമിന് വേണ്ടിയിട്ട് അന്ന് അപ്ലൈ ചെയ്തത്. അതിൽ 22,000-ഓളം പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഒത്തിരി പേരും PG യോഗ്യതയുള്ളവരാണ്. അപ്പൊ PG യോഗ്യതയുള്ളവർ എഴുതാൻ പറ്റുന്ന എക്സാമാണ് CSIR നെറ്റ് എക്സാമും. ഈ ഒരു എക്സാമിനും അപ്ലൈ ചെയ്തവരുണ്ടാവാം. അപ്പൊ ഈ രണ്ട് എക്സാമിനും അപ്ലൈ ചെയ്തവരുടെ ഒരു ആശങ്കയാണ്, രണ്ടിന്റെയും എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഡിസംബർ 18-നാണ്. ഒരേ ദിവസം വന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു അവസരം എല്ലാവർക്കും നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ PSCയുടെ, അതായത് കേന്ദ്ര തലത്തിലുള്ള ഒരു എക്സാമാണ് CSIR നെറ്റ് എക്സാം. അപ്പോൾ അതെന്തായാലും മാറ്റാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ കേരള PSCയുടെ എക്സാമായ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം മാറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം രണ്ട് എക്സാമും ഒരേ ദിവസമാണ്. അപ്പോൾ അപേക്ഷകരെല്ലാവരും ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. നമുക്കും ഇത് മാറ്റും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടെ തന്നെ മുന്നോട്ട് പോകാം. കാരണം കേരള PSCയുടെ ഈ ഒരു എക്സാം മാറ്റിയാൽ മാത്രമേ നമുക്ക് രണ്ട് എക്സാമിനും അപ്ലൈ ചെയ്തവരുടെ ആ ഒരു ആശങ്ക മാറുള്ളൂ. രണ്ടിനും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. CSIR നെറ്റ് എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 തവണ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് ഒത്തിരി കോളേജസിലേക്കൊക്കെ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാനും ഒക്കെ കാത്തിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നെറ്റ് എക്സാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ ഡിസംബറിലെ. അപ്പോൾ അതും നമുക്ക് എഴുതണം. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കേരള PSC ഇത് മാറ്റുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നിങ്ങൾ പഠനത്തിൽ തന്നെ ആയിരിക്കുക. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം മാറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്നാൽ നമുക്ക് ആ പഠനത്തിലുള്ള ആ ഒരു ഫോക്കസ് കുറയും. അപ്പോൾ എക്സാം ഡിസംബർ 18-ന് തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് പഠിക്കുക. മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് ആയിരുന്നു. ഈ നിവേദനം നൽകി എല്ലാവരും, ആശങ്കയിലുണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. നമുക്ക് കേരള PSC അത് മാറ്റും എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് കഴിയട്ടെ. താങ്ക് യു ഓൾ.